സൂക്ഷിക്കായിരുന്നിടത്തൊക്കെയും പരിപാലിച്ചല്ലോ. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയത്. നമ്മുടെ ശുശ്രൂഷകൻ കുടുംബമായിട്ട് നാട്ടിലേക്ക് കടന്നുപോയി. ക്ഷേമത്തോടെ അവരെത്തുവാൻ ദൈവം കൃപ ചെയ്തു. അവരായിരിക്കുന്നിടത്തും ദൈവത്തിന്റെ മഹാകൃപ തന്റെ മക്കളോടുകൂടെ ഇരിക്കാനും സന്തോഷത്തോടെ മടങ്ങി വരുമ്പോഴും പിള്ളേരെ സൂക്ഷിക്കാനും വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ. നമ്മുടെ വിഷയങ്ങളെയൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച ഈ ശനിയാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥന അനുഗ്രഹമായി തീരുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. കരുണാസമ്പന്നായ ദൈവമേ, കർത്താവെ, അടിയങ്ങളങ്ങെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തു. കർത്താവെ, നിന്നെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾ സഭയായി തിരുസന്നിയിലായിരിക്കുന്നല്ലോ. കർത്താവെ, ഈ സന്ധ്യാസമയത്ത് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, അങ്ങെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അല്പസമയം തിരുസന്നിധിയിലായിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവോടെ, ആ പരിശുദ്ധാത്മ സാന്നിധ്യത്തോടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവെ. പാടുവാൻ ദൈവം കൃപ തരണമേ കർത്താവെ. പ്രാർത്ഥിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. വചനം സൂക്ഷിക്കുന്ന നിന്റെ മകനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ നിലയിലും എന്റെ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കാൻ ഇടയാക്കണമേ കർത്താവെ. കടന്നു വരുവാനുള്ളവരെ വേഗേന കൂട്ടിവരുത്തണമേ. അങ്ങനെ എല്ലാ നിലയിലും ആദ്യമോടൊന്ന് ദൈവം തന്നെ ഭരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പാടുവാൻ സന്ധ്യാസമയത്ത് ഇത്രയും പേർക്ക് ദിവസം കടന്നു ദൈവത്തെ പാടി മേൽപ്പെടുത്തുവാൻ, ദൈവം നമുക്ക് ചെയ്ത എല്ലാ സകലമായ ഒരവസരം സ്തുതിക്കുന്നു. നമുക്കായി കരുതുന്ന നല്ല നാമം, നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും നല്ല തുണയായ ആ നല്ല നാഥൻ. വാതിലുകൾ ഏതറിഞ്ഞാലും ആ സന്നിധിയിൽ വാതിലുകൾ മാത്രം തുറന്ന് നമ്മളെ ദിനംപ്രതി നമ്മളെ വഴി നടത്തുന്ന നല്ല നാഥനോടാണ് നമുക്ക് പാടി ബോധ്യപ്പെടുത്താൻ. നിനക്കായി കരുതുന്ന നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരുകൾ തുടയ്ക്കും. കരുതും
നടത്തിടും ദിനം തോറും. പതറുകയില്ല, പ്രതികൂല അനവധി വന്നാലും ആ നല്ല നാഥനെ പാടി നമുക്ക് ഓർത്തപ്പെടുത്താം. എല്ലാവരും ചേർന്ന് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടും ദിനം തോറും പാടി എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ
കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കുന്ന എല്ലാ കൃപയ്ക്കായും നന്ദിയോട് ഇന്ന് സന്ധ്യാസമയത്ത് ഈ യോഗം നടക്കുന്നത് ലിജോയുടെയും രാജന്റെയും ആഗ്രഹത്തിലാണ്. ദൈവം അവരെ അനുഗ്രഹിക്കാൻ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കാൻ നമുക്ക് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേക വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ പാടിയ പാട്ടിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തന്മാരുടെ ഏത് ആവശ്യത്തിലും കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ആ വരികളിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനിടയായല്ലോ. പലപ്പോഴും ഞാൻ ഇരുന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ 6-7 ദിവസം അവര് ഉഴന്ന് നടക്കുകയും അവരെ പിടിപ്പാനായി മിസ്രൈമര് കടന്നു വരികയും, എന്നാൽ ചെങ്കടലിന്റെ നടുവിലൂടെ ഇസ്രായേൽ ജനത്തെ കടത്തി വിട്ടിട്ട് ദൈവം മിസ്രൈമിൽ മേൽ നടത്തുകയും ചെയ്യുന്നു. പലപ്പോഴും പലരാലും ഭാരപ്പെടുമ്പോൾ ദൈവം തന്റെ ഉഗ്രകോപം നമ്മൾക്കെതിരായി നിൽക്കുന്നവരുടെ നടത്തുവാൻ അവൻ മതിയായവനാണ്. ആ വരികളിലൊക്കെ അങ്ങനെ ആ പാട്ട് അനുഗ്രഹമായി നമുക്ക് പാടിക്കേൾപ്പാനിടയായിട്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. ഏതവസരത്തിൽ നമ്മെ കാക്കുന്ന ദൈവം പിന്നെയും നമ്മെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ട് ഇന്നത്തെ വൈകിട്ടത്തെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പല ആവശ്യങ്ങളുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ എല്ലാം ഒന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും നമ്മൾ ദിവസം തോറും പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്ഷേമത്തോടെ നമ്മുടെ ശുശ്രൂഷനെ നാട്ടിലെത്തിച്ചു. കർത്താവ് ദൈവത്തിന്റെ കൃപ തന്റെ മകനോട് കൂടെ ഇരിപ്പാനും മടങ്ങി വരുവോളം കൃപയിൽ കാപ്പാനും ഒക്കെ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നന്ദിയോടെ സ്തോത്രം. ആജീസും ജയനും എല്ലാവരും കൂടെ നാട്ടിലായിരിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഇന്ന് നമ്മളോടൊത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. നമ്മുടെ അയൽപക്ക സഭയെ ഓർത്തും അങ്ങനെ നമ്മുടെ ഓരോ വിഷയങ്ങളെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, വ്യക്തികളെ ഓർത്ത്, പഠിക്കുന്നവരെ ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനത്തെ യോഗത്തെ അനുഗ്രഹിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം ശുശ്രൂഷിക്കുന്ന എൻ്റെ മകനെ ദൈവം ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ നിറവോടെ നമുക്ക് അനുഗ്രഹമായ ദൂത പരിശുദ്ധാത്മ നമുക്ക് ലഭിപ്പാൻ ഇടയാക്കിനു വേണ്ടി തന്റെ മകനെ അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നടത്തിപ്പുകളൊക്കെ ഭംഗിയായി കൊണ്ടുപോകുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ചെയിൻ പ്രയർ നടന്നത്. അതിൽ ഭാഗവാക്കായ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി നടപ്പാനിടയായല്ലോ. ഈ ദേശത്ത് സുവിശേഷം ഉയർത്തപ്പെടുവാൻ, ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാക്കുന്നുണ്ട്. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കൺവെൻഷനൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അതൊക്കെ ആയിത്തീരുവാൻ ദൈവജനങ്ങളിലേക്ക് ആ വിഷയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ പ്രത്യേക രൂപനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു ജോലി ആവശ്യമാണ്. ദൈവം തന്റെ മകന് അത് കൊടുത്ത് സഹായിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ദൈവം തന്റെ മകനെ അനുഗ്രഹിക്കും വരെ നമുക്ക് കർത്താവിനോട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്ക് കൊടുത്ത് സഹായിക്കട്ടെ. ഭവനം ആവശ്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം.
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ദൈവം അത് കൊടുത്ത് സഹായിക്കട്ടെ. അങ്ങനെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഏത് കാര്യങ്ങളും പിതാവ് പുത്രനും മഹത്വപ്പെടേണ്ടതിനാൽ നമുക്ക് നൽകിത്തരും എന്നുള്ളത് ദൈവവചനമാകയാൽ ആ വചനത്തിൽ ആശ്രയിച്ച് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് നമുക്കായി തന്റെ ഭക്തന്മാരുടെ ദീർഘശ്വാസം നിമിത്തം എഴുന്നേൽക്കുകയും താൻ കരയുമ്പോൾ നമ്മൾ കരയുമ്പോൾ അടുത്തു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയിൽ രണ്ടുപേരെ പ്രാർത്ഥിപ്പാനായി പറയുന്നു. ഒന്ന് ശരണ ആദ്യം പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് ജെർസൺ ബ്രദറും പ്രാർത്ഥിക്കും. യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഭയം കൂട്ടി വരുത്തിയതിനായി നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ദേവദാസനും കുടുംബമായി നാട്ടിലെത്തിച്ചേർന്ന് കർത്താവെ സന്തോഷമായി ക്ഷേമമായി എത്തിച്ചേരുവാൻ കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ സഭയായി ആയിരുന്നിടങ്ങളിലൊക്കെയും ഞങ്ങളെ അങ്ങ് പരിപാലിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കാവലും പരിപാലനവും ഞങ്ങളുടെ മേലുണ്ടായിരുന്നതിനായി അങ്ങേക്ക് മഹത്വം കയറിയിട്ടുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളൊന്നും ഓർക്കാതെ അങ്ങ് ഞങ്ങളോട് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി ഞങ്ങളോട് കൂടെ ഞങ്ങളെ വഴി നടത്തിയതിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഈ സന്ധ്യാസമയത്ത് കർത്താവെ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയായി കർത്താവെ ഉള്ള ആവശ്യങ്ങളൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ പ്രാർത്ഥന പ്രത്യാല് രാജ്യങ്ങളുടെയും കുടുംബത്തിന്റെയും കർത്താവെ ആഭിമുഖ്യത്തിലാണല്ലോ ഒപ്പിച്ച ഒരു കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ വരമായിരുന്ന ആപത്തനർത്ഥങ്ങളിൽ നോക്കുകയും കർത്താവിന്റെ കുടുംബമായി പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം അങ്ങ് സൂക്ഷിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, അവരുടെ ഭോജനമാർഗങ്ങളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, പ്രിയപ്പെട്ട പപ്പായ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തുതിക്കുന്നു. അവരെ കുടുംബമായി കർത്താവെ, ലിജോനെയും ഫെബനെയും കുഞ്ഞിനെയും എല്ലാം അവരെ കുടുംബമായി അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ഭജനമാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ പോക്കിൽ വരവിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവകൃപയിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ നന്മകളാലും അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം മടങ്ങി പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ സഭയായുള്ള ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ദൈവമേ ഇന്നത്തെ പ്രാർത്ഥനയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ, ഞങ്ങളുടെ ഉപജനമാർഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. തക്ക സമയത്ത് അങ്ങ് അത്ഭുതമായ വഴികളെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ, വിസ ആവശ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേക ജിൻസിന്റെ ഹസ്ബൻഡ് സ്റ്റാൻലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തക്ക സമയത്ത് ഒക്കെ കുടുംബമായി ഇവിടെ ആയിരിക്കാൻ അങ്ങ് വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഗ്രീൻ കാർഡൊക്കെ ഫയൽ ചെയ്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങ് വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് രാജ്യത്ത് ഓരോരുത്തരെയും കൊണ്ടുവന്ന് ദേശം പോലെ തന്നെ കർത്താവെ അതിനുള്ള വഴികളെയും അത്ഭുതമായി അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം തലമുറ വിഷയങ്ങളിലും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതമായ വഴികളെ അങ്ങ് തുറക്കണമേ കർത്താവെ. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ. പ്രത്യേക ബ്ലെസ്സിനെയും ഫിബിനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രഗ്നൻസിയുടെ ഓരോ ദിവസവും അങ്ങയുടെ സാന്നിധ്യം അവരോടൊപ്പം കൂടി അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനുമില്ലാത്ത ആരോഗ്യമുള്ള തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം അങ്ങ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ഭവന നന്മകളൊക്കെയും ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ജോസിന് വേണ്ടി അങ്ങ് വഴി തുറക്കണമേ കർത്താവെ. തക്ക സമയത്ത് അങ്ങ് ഒരിക്കൽ മാനിക്കണമേ. ആലിസന്റെ കുടുംബമായി ഏൽപ്പിക്കുന്ന വിശ്വാസം നൽകി അങ്ങ് മാനിക്കണമേ. അപ്പാർട്ട്മെന്റിലൊക്കെയും താമസിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. തക്ക സമയത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളെ നൽകി അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബെന്നിന്റെ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു നാട്ടിലായിരിക്കുന്നുള്ളൂ അപ്പാ. ദൈവകൃപയ്ക്കുള്ള അങ്ങ് സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അങ്ങ് നൽകി മാനിക്കണമേ. ഇരു പൈതങ്ങളെയും കർത്താവെ. ദൈവമേ, അവരെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ ദൈവകൃപ ഇരു പൈതങ്ങളുടെ മേലും അങ്ങ് പകരണമേ. ഇരു കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആ ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മടങ്ങി വന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കും വരെ ഞങ്ങളുടെ കൃപയ്ക്കുൾ മറയ്ക്കണമേ. ഞങ്ങളുടെ ദേവദാസന്റെ കുടുംബം അവിടെ യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെന്ന് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന് പരിപാലിക്കണമേ. മടങ്ങി വന്ന് ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കും വരെയും അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ തലമുറകളൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു സ്കൂൾ വർഷം കർത്താവെ ഞങ്ങളുടെ പൈതങ്ങളെ അങ്ങ് പരിപാലിച്ച് കൃപകൾ
എന്ന് പ്രാർത്ഥിക്കുന്നു. പരമായ നാമത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് പോലെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പൈതങ്ങൾ വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജോലി കർത്താവേ ഉപജീവനമാർഗങ്ങളിലൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരോഗ്യത്തോടെ ബലത്തോടെ ദീർഘായുസ്സോടെ സൂക്ഷിക്കണമേ. അപ്പ അങ്ങയുടെ വീര്യപ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന് വരും തലമുറയ്ക്ക് അനുഗ്രഹമായി ദൈവമേ അത് നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പലവിധമായ ക്ഷീണാനുഭവങ്ങളുള്ള ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെയും അങ്ങ് ബലപ്പെടുത്തണമേ, ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ, ആരും നിരാശപ്പെട്ടു പോകാനിട വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദീർഘായുസ്സോടെ ആരോഗ്യത്തോടെ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ജോലി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, എത്രത്തോളം അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. കർത്താവെ, പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ ദൈവമേ അങ്ങ് അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആക്സിഡന്റ് അങ്ങ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. കർത്താവ് പൂർണ്ണമായ റിക്കവറി ചെയ്യാൻ അങ്ങ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയായുള്ള എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ആഴ്ച ചെയിൻ പ്രെയർ നന്നായി കർത്താവെ വിശ്വസ്തയോടെ പങ്കെടുപ്പാൻ ഞങ്ങൾ എല്ലാവരും അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത് ഏറ്റവും അനുഗ്രഹമായി നടപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനാഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കും ദേശത്തിനും അത് ഏറ്റവും അനുഗ്രഹമാക്കി വിടുതലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ പ്ലാൻ ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ റിട്രീറ്റിനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ താന്തപരിശോധന കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, എല്ലാം അങ്ങയുടെ നാമം മഹത്വത്തിനാക്കി അങ്ങ് തീർക്കണമേ. കർത്താവെ, സഭയുടെ വളർച്ചയ്ക്കും കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, ഇന്നത്തെ ദൈവവചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഹൃദയമായി ഇടപെടണമേ. കർത്താവെ, വിവിധ ആവശ്യങ്ങളോടെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ എല്ലാവർക്കും വേണ്ടിയത് കർത്താവെ അങ്ങയുടെ പക്കലുണ്ടല്ലോ. അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ദാസനെ കർത്താവെ അഭിഷേകത്തോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ ആരാധനയും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾ ഒരുക്കത്തോട് കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ കർത്താവെ സഭയായി അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങേക്ക് പ്രസാദകരമായി അങ്ങ് അർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. Praise the Lord, praise the Lord, Lord, most gracious and loving Father, we praise and thank you, Lord, for giving us this time to sit in your presence to worship you, Lord, hallelujah. Thank you for giving us the resources to be here, Lord, hallelujah, praise the Lord. Even though we are few in numbers, Lord, Father, we know that your presence is amongst us, Lord, hallelujah. Lord, you bless the worship service, praise and praise and thank you, Lord, hallelujah, praise the Lord, praise the Lord, praise the Lord. Today, Lord, Father, you help us to gather here, especially today the meeting is on behalf of Rajan Uncle and family, Lord, Father. We submit all their needs into thy hands, Lord, hallelujah, praise the Lord. Thank you for blessing Rajan Uncle and Lord, hallelujah, praise the Lord. Thank you for blessing Liju and Faber and family, Lord, hallelujah, praise the Lord, praise the Lord, praise the Lord. Thank you for giving them a wonderful child, Lord, hallelujah, praise the Lord. We pray for Benaiah, Lord, Father, you kept him under thy wings, Lord, hallelujah, you given him good healings, for that we praise and thank you, Lord, hallelujah. Likewise, we submit Rajan Uncle under thy hands, Lord, hallelujah. He has some the pain in the hand should go away, Lord, hallelujah. In the name of Jesus, we request to you, Lord, hallelujah, praise the Lord. Oh, blood of Jesus, we pray for our famous mom and dad, Lord, Father. Thank you for bringing them here, Lord, safely, Lord, hallelujah, Lord. Your traveling mercies be with them, Lord, hallelujah. Till the time they are here, Lord, Father, let thy presence be upon them, Lord, hallelujah, praise the Lord, hallelujah. We also pray for all the needs of the whole church, Lord, hallelujah. Many amongst us are sick, Lord, hallelujah, praise the Lord, praise the Lord. You are a healing God, Lord, you have done it before and you're going to do it again. We believe in you, Lord, hallelujah. Especially we pray for the healing you provided for Joel, Lord, hallelujah. Thank you, Jesus, praise the Lord, praise the Lord, praise the Lord, hallelujah. And there are many amongst us, Lord, Father, who are looking unto you for the generations, Lord, Father. Bless the rooms, Lord, hallelujah, praise the Lord. And they are looking unto you, Lord, hallelujah. Lord, you have blessed us with jobs, Lord, hallelujah. Even though we all have got jobs, Lord, there are people amongst us, Lord, Father, you don't have jobs, Lord. We pray for Brother Ruben, Lord, hallelujah. He's looking unto you, Lord, hallelujah. Praise the Lord, praise the Lord. Open up a mighty way, Lord, hallelujah. And a miraculous way, Lord, hallelujah. We believe in you, Lord, praise the Lord, praise the Lord, praise the Lord. Thank you for taking care of the church and its needs, Lord, hallelujah. Praise the Lord, all the prayers and programs, Lord, which were in this last week. You blessed it, Lord, for that we praise and thank you, Lord. Thank you for blessing the change, Lord, hallelujah. Thank you for the faithfulness, Lord, Father, we to pray in the presence of the Lord, hallelujah. We praise and thank you, hallelujah, praise the Lord. Your grace is sufficient for us, Lord, Father. We trust in you, Lord, hallelujah. Praise the Lord, praise the Lord, praise the Lord. Let the Holy Spirit move
move amongst us, Lord. Hallelujah. Praise the Lord. We also, Lord, submit thy servant under thy hands, Lord, who's going to talk today, Lord. Hallelujah. The word of God which is going to be conveyed unto us, Lord, Father, should be received by each one of us, Lord, Father, as per our needs, Lord. Hallelujah. Oh, not the one which we desire, Lord, but we need, Lord. Hallelujah. That spiritual fruit should be given unto us, Lord. Hallelujah. Praise the Lord. Praise the Lord. We submit our children under thy hands, Lord. Hallelujah. Praise the Lord. We have got many programs coming up, Lord. Hallelujah. Oh, whether it is revival meeting, Lord. Hallelujah. Conventions, Lord, Father, NAFM, Lord. Everything should be for thy glory, Lord. Hallelujah. That thy presence be amongst us, Lord, Father, strengthening us, Lord, spiritually going forward, Lord. Hallelujah. Praise the Lord. Praise the Lord. Once again, Lord, Father, thank you for all the blessings you have done amongst us, Lord. Also, we submit pastor and family, Lord, who is traveling, Lord. Hallelujah. Let thy grace be upon them. Let the traveling mercies be upon them, Lord. Till we see them again, Lord, Father, keep them safe in safe hands, Lord. And whatever purpose they have gone there, Lord, fulfill all their needs, Lord. Hallelujah. We also submit, Lord, Father, the Johnson and Glenn family, Lord, who's gone to India, Lord, Father, for Ben's marriage, Lord, Father. Bless all the aspects of the marriage, Lord, Father. Let it be for the glory of God, Lord. When two families are united, Lord, Father, Lord, let them be blessed, Lord. Hallelujah. Let them be a great blessing to the family. Let them be a great blessing to the society, to the church, Lord, to the country, Lord. Hallelujah, Master. Thank you, Jesus. We are at this time, Lord, we take time to pray for this country, Lord, Father. We are praying for multiple aspects of this country, Lord, Father. Whether we are praying for the families, or whether we are praying for the churches of this country, or we are praying for the economy of the country, Lord. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Take care of all the aspects of the media of this country, the education of this country, Lord, Father. Our children, the Lord, Father, we submit unto thy hands, Lord, Father. Now the coming aspect, all the aspects of today's meeting, Lord, we submit unto thy hands, Lord. There are many points, Lord, Father, which we as a church we are in need, Lord, Father. Thank you for healing those needs, Lord, Father. Thank you for providing and blessing us both spiritually and physically, Lord, Father. We submit all things under thy hands. In Jesus' name we ask. Amen. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. സ്തോത്രം. ഇന്നത്തെ വചന ശുശ്രൂഷ സ്റ്റാൻലി ഷമുവലാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഈ വൈകുവേളയിൽ ഇത്രയും പേർക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കൾക്കായി സ്തോത്രം. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മളായിരുന്ന എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ ആയിരുന്നു, കോളേജിലായിരുന്നവർ, ജോലി സ്ഥലത്തായിരുന്നവർ, വീടുകളിലായിരുന്നവർ എല്ലാം കർത്താവ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് ഈ വൈകുവേളയിൽ ഇവിടെ വരുവാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മളായിരുന്ന സ്ഥാനത്തൊക്കെ കർത്താവിൻ്റെ പരിപാലനവും കർത്താവിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നേക്കാളും പ്രഗത്ഭന്മാരായ അനേകം പേർ ഈ ദൈവസഭയിലുണ്ട്. എങ്കിലും ഹല്ലേലൂയ അടിയൻ്റെ ലിമിറ്റഡ് നോളജ് എന്ന് പറയുന്ന ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വൈകുവേളയിൽ അല്പനേരത്തെ ധ്യാനത്തിനായി ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ്, വിഷയമാണ്. അതിന് ആസ്പദമായ ഒരു വാക്യം ആർക്കെങ്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ജോൺ, ചാപ്റ്റർ 10 വേഴ്സ് 11 and 12. 10:11-12. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു ഹല്ലേലൂയ വാചകമാണ് ഇവിടെ ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശു തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വാചകമാണ് ഇത് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഒരു ഇടയന്റെ ഏറ്റവും വലിയ സവിശേഷത, അല്ലെങ്കിൽ ഇടയന്റെ ഏറ്റവും വലിയ മാക്സിമം ഇടയന് ഹല്ലേലൂയ ആടുകളെ സഹായിക്കുവാൻ കഴിയുന്നത് തന്റെ ജീവനെ കൊടുത്താണ്. ഇവിടെ യേശു പറഞ്ഞ നല്ല ഇടയനാണ്. അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുവാൻ ഈ ലോകത്തിലെ ഒരു ഇടയന്മാർക്കും കഴിയില്ല. യേശു ഇവിടെ പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു,
നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇതിനോട് ചേർന്ന് സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ സങ്കീർത്തനം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ഇടയൻ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് തുടങ്ങി ഹല്ലേലൂയ, ഒരു ഇടയൻ ആടുകളെ പരിപാലിക്കുന്ന അനേകം ഹല്ലേലൂയ മെറ്റഫോഴ്സ് അവിടെ കാണുവാൻ കഴിയും, സാദൃശ്യങ്ങൾ. പച്ചപ്പുൽപ്പുറത്ത് കൊണ്ടുപോകുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനകയിലേക്ക് നടത്തുന്നു. ആ ഒരു പാസേജിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ആയത് ഹല്ലേലൂയ അതിന്റെ നാലാമത്തെ വാക്യമാണ്. യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് കംഫോർട്ട് മീ. നിന്റെ വടിയും കോലും അതെന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വടിയും കോലും, റോഡ് ആൻഡ് സ്റ്റാഫ്, ഇതെന്ന് പറഞ്ഞാൽ പണ്ട് പുരാതന കാലം മുതലേ ഈ ഇടയന്മാർ ഉപയോഗിക്കുന്ന രണ്ട് ടൂൾസാണ്. ആടുകളെ പരിചരിക്കുവാൻ, ആടുകളെ പരിപാലിക്കുവാൻ അവരുടെ ഇടവൃത്തിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന രണ്ട് ടൂളാണ് ഇത്. ആക്ച്വലി നമ്മൾ നോക്കുകയാണ്, നമ്മൾ ചിന്തിക്കുക ഇതെങ്ങനെയാണ് അത് ആശ്വാസമായി തീരുന്നത്, ആടുകൾക്ക് എങ്ങനെയാണ് അത് ആശ്വാസമായി തീരുന്നത്. യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് കംഫോർട്ട് മീ. നമ്മൾ ചിന്തിക്കും എങ്ങനെ അതെങ്ങനെ ഹല്ലേലൂയ സാധിക്കുന്നു. ഹല്ലേലൂയ എന്നാൽ അതിന് യഥാർത്ഥമായ മീനിങ് ഉണ്ട്. ഒരു ഇടയനോട് ചോദിച്ചാൽ അറിയാം, ആ റോഡ് കൊണ്ട് അതിന് ഇടയൻ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് കൊണ്ടും വടിയും കൊണ്ടും കോലും കൊണ്ടും ആവശ്യമുണ്ട്. ഈ കോലെന്ന് പറയുന്നത് അതിന്റെ ഒരു എൻഡ് അല്പം വളഞ്ഞിരിക്കുന്ന ഒരു ടൂളാണ്. ഹല്ലേലൂയ. ഈ വടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശത്രുക്കളിൽ നിന്ന് ആടുകളെ സംരക്ഷണത്തിന് വേണ്ടിയാണ് വടി ഉപയോഗിക്കുന്നത്. ഈ കാടുകളിലൊക്കെ ആടുകളെ മേയ്ക്കുന്ന ഇടയന് ആ കാടുകളെ പറ്റിയൊക്കെ നല്ല ബോധ്യമുണ്ട്. ഒരു ആടുകൾക്ക് നേരെ എന്തെങ്കിലും ശത്രു മൃഗങ്ങൾ, വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ ഈ വടി ഉപയോഗിച്ച് അതിനെ ഓടിക്കുവാനുള്ള ഒരു സ്കില്ല് ഇടയനുണ്ട്. അപ്പം ആടുകൾക്കുള്ള ഒരു ഡിഫെൻസീവ് ടൂളാണ് റോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നെ നോക്കുകയാണ് ഈ കോലെന്ന് പറയുന്നതും ആടുകൾക്ക് ഒരു ആശ്വാസമായ ഒരു ടൂൾ തന്നെയാണ് കോല്. ഈ കോൽ എങ്ങനെയാണ് ആടുകൾക്ക്, ഈ ഒരു സ്റ്റാഫ് എങ്ങനെയാണ് ആടുകൾക്ക് ആശ്വാസമായി തീരുന്നത്? ഇപ്പോൾ ഒരാള് വഴിതെറ്റി, ആടുകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വാണ്ടറിങ് ആനിമലാണ് ഷീപ്പ് എന്ന് പറയുന്നത്. ഈ ആട് വഴിതെറ്റി എങ്ങോട്ടേലും മുള്ളുകളിലും കാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഈ സ്റ്റാഫ് ഉപയോഗിച്ച്, ഈ കോൽ ഉപയോഗിച്ച് അതിന്റെ കാലയിലോ കഴുത്തേലോ പിടിച്ച് വലിച്ച് അതിനെ രക്ഷിക്കുവാൻ ഇടയന് കഴിയും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കൊളറാഡയാണ്ട് അറിയാം, ഈ വലിയ വലിയ മലകളൊക്കെ ഉള്ളതുകൊണ്ട് മലയുടെയൊക്കെ എൻഡിൽ അതിന്റെ ക്ലിഫിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ ഈ ഷീപ്പിനെ ഈ കോല് വെച്ച് വലിച്ച് ഇടയന് ആടുകളെ രക്ഷിക്കുവാൻ കഴിയും. അതുപോലെ അല്പം പൊക്കത്തിൽ ഒരു വൃക്ഷമുണ്ടെങ്കിൽ അതിന്റെ ഇല ചായച്ചു കൊടുക്കുവാൻ ഈ കോല് ഉപയോഗിക്കും. ഇങ്ങനെ ആടുകളുടെ ജീവിതത്തിൽ ആടുകൾക്ക് അതൊരു ആശ്വാസമാണ്. ഇടയന്റെ ആ വടിയും കോലും ആടുകൾക്ക് ആശ്വാസമാണ്. ഈ വടി ഈസ് യൂസിങ് ഫോർ ഗാർഡിങ്, ഈ റോഡ് ഈസ് യൂസിങ് ഫോർ ഗാർഡിങ് ആൻഡ് പ്രൊട്ടക്ടിങ്, ആൻഡ് ദ സ്റ്റാഫ് ഈസ് യൂസിങ് ഫോർ ഗൈഡിങ് ആൻഡ് ഡയറക്ടിങ്. ഈ റോഡ് റെപ്രസെന്റ്സ് ദ പവർ ആൻഡ് അതോറിറ്റി ആൻഡ് സ്റ്റാഫ് റെപ്രസെന്റ്സ് ദ കെയർ ആൻഡ് കമ്പാഷൻ. ഈ വടി അധികാരത്തെയും ശക്തിയെയും കാണിക്കുന്നു. സ്റ്റാഫ് അത് കരുണയെയും മനസ്സലിവിന്റെയും ഒരു റെപ്രസെന്റേഷൻ ആണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ സങ്കീർത്തനത്തിൽ കാണുന്നു ആ ഇടയൻ ആടുകളെയും അത് ഈ വടിയും കോലും ആടുകൾക്ക് ആശ്വാസമായി തീരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ പണ്ടത്തെ ഈ ഫറവന്മാരുടെയൊക്കെ പിക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ റോഡ്, ഒരു സൈഡ് സ്റ്റാഫ് ആണ് അവരുടെ പടങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അത് റെപ്രസെന്റ് ചെയ്ത് എനിക്ക് അധികാരവും ശക്തിയും ഉണ്ട്. ഐ ഹാവ് ദ പവർ ആൻഡ് അതോറിറ്റി. അതിന്റെ മീൻ ടൈം ഐ കെയർ ഫോർ മൈ ഷീപ്പ്, ഐ കെയർ ഫോർ മൈ പീപ്പിൾ. അതാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ സ്റ്റാഫ് വെച്ച് ഞാൻ എൻ്റെ ആളുകളെ ഞാൻ പരിപാലിക്കുന്നു, അതോടൊപ്പം എനിക്ക് എൻ്റെതായ ശക്തിയും അധികാരവും ഉണ്ട് എന്നുള്ള ഒരു ആശയമാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പട്ടണ സഭകളിലെ ബിഷപ്പുമാരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ഇതുണ്ട്, സ്റ്റാഫുണ്ട്. ഈ കത്തോലിക്ക സഭ, മെത്തഡിസ്റ്റ് സഭ, അതും കാണിക്കുന്നത് ഞാൻ ഇടയനാണ്, ഞാൻ ഷെപ്പേർഡ് ആണെന്നുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ആ കോല് അത് കാണിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ പഴയ നിയമ കാലത്തൊക്കെയുള്ള ഈ പിതാക്കന്മാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാം തുടങ്ങി, മോശ തുടങ്ങി, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, ഇവരൊക്കെ ഇടയന്മാരായിരുന്നു. യാക്കോബിനെ പറ്റി പറയുന്നത് ഒരു നല്ല ഇടയനായിട്ടാണ് യാക്കോബിനെ പറ്റി പറയുന്നത്. യാക്കോബിൻ ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 31-36 കാണുന്നു, വിശ്വസ്തമായി ഞാൻ നിന്റെ ആടുകളെ സേവനം ചെയ്തു, ഞാൻ നിങ്ങളുടെ ആടുകളെ സംരക്ഷിച്ചു എന്ന് യാക്കോബ്
തന്റെ അമ്മായിപ്പനായ ലാബാനോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. 20 വർഷം വിശ്വസ്തമായി യാക്കോബ് ആടുകളെ മേയിച്ചു. അതുപോലെ മോശ ആ കൊട്ടാരം വിട്ടതിന് ശേഷം, കൊട്ടാര ജീവിതം കഴിഞ്ഞതിന് ശേഷം 40 സംവത്സരം ജത്രോയുടെ ആടുകളെ പരിപാലിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ ദാവീദ്, സിംഹവും കരടിയും വന്നപ്പോൾ ദാവീദ് ഒരു മരത്തിൽ കയറി രക്ഷപ്പെട്ടു പോയെന്നാണ് നമ്മൾ കാണുന്നത്. ദാവീദ് ആ സിംഹത്തെയും കരടിയെയും കീഴ്പ്പെടുത്തി അവൻ ഹല്ലേലൂയ തന്റെ ആടുകളെ സംരക്ഷിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമ്മൾ കണ്ടത് ഇടയന്മാരെയാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ഇവരാരും അവരുടെ ആടുകൾക്ക് വേണ്ടി അവരുടെ ജീവനെ വെടിഞ്ഞ ആരെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല. നമ്മുടെ കർത്താവ് യേശു മാത്രമാണ് ഇവിടെ. അതുകൊണ്ട് വളരെ കോൺഫിഡന്റോടെ യേശു പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അതാണ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ ആധാരം. നമ്മളെ പരിപാലിക്കുന്ന വടിയും കോലും ഒരു ആടിന്റെ ജീവിതത്തിൽ അത് എങ്ങനെ ആശ്വാസമായി തീരുന്നു, അതുപോലെ തന്നെ ഹല്ലേലൂയ കർത്താവ് ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യായ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കടന്നു വന്നപ്പോഴും കഴിഞ്ഞ ആഴ്ച നമ്മൾ ആയിരുന്ന സാഹചര്യങ്ങളിൽ മണ്ഡലങ്ങളിലൊക്കെ കർത്താവ് നമുക്ക് ആശ്വാസമായിരുന്നു. ഇന്ന് ധൈര്യത്തോടെ ഇന്ന് പറയുവാൻ കഴിയുന്നവർ അവനെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് മൗനമായിരിക്കുവാൻ കഴിയില്ല. അവനെ സ്തുതിക്കുവാനും അവനെ വാഴ്ത്തുവാനും നമ്മുടെ നാവുകൾ നമ്മുടെ അധരങ്ങൾ അവന്റെ നാമമഹത്വത്തിനായി നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഇടയിലായത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് ഇത്ര വലിയ രക്ഷ. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ ഷെപ്പേർഡ് എന്ന രീതിയിൽ വിശേഷണം 3 തരത്തിൽ ഇടയൻ എന്ന രീതിയിൽ കർത്താവായ യേശുവിനെ റെപ്രസെന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ വായിച്ചത് 10:11 ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ അവൻ കൊടുക്കുന്നു എന്ന് കാണുന്നു. രണ്ടാമതായി എബ്രായ ലേഖനം 13:20 അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗ്രേറ്റ് ഷെപ്പേർഡ്, ആടുകളുടെ വലിയ ഇടയൻ എന്ന് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തതായി വിശേഷണം യേശുവിനെ കൊടുത്തിരിക്കുന്നത് ഇടയ ശ്രേഷ്ഠൻ, ദ ചീഫ് ഷെപ്പേർഡ്. 1 പത്രോസ് 5:4 കാണുന്നു. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഈ മൂന്ന് ഷെപ്പേർഡ് അല്ലെ 3 ഇടയൻ എന്നുള്ള രീതിയിലുള്ള വിശേഷണത്തിനും ആത്മീയമായ രീതിയിലുള്ള അർത്ഥമുണ്ട്. ഒന്നാമത്തേത് നമ്മെ പരിപാലിക്കുന്ന ഇടയൻ, നമുക്ക് വേണ്ടി മരിച്ച ഇടയൻ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ ജീവനെ വെടിഞ്ഞ ഒരു ഇടയൻ. രണ്ടാമത്തേത് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നതിന് ശേഷം നമ്മളെ അവനെ പോലെ ആക്കിയ വലിയ ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ. മൂന്നാമതായി കാണുന്നത് ചീഫ് ഷെപ്പേർഡ്. ഇവിടെ കർത്താവായ യേശു രണ്ടാമത് വരുമ്പോൾ hallelujah when he comes back with the reward. hallelujah. ദൈവവചനത്തിൽ കാണുന്നു ഇടയ ശ്രേഷ്ഠൻ അവനെ വെളിപ്പെടുവാനുള്ള സമയമൊക്കെ അടുത്തിരിക്കുകയാണ്. hallelujah. കൂലി അവന്റെ കയ്യിലുണ്ട്, പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. hallelujah. ഇങ്ങനെയുള്ള 3 മീനിങ് ആണ് hallelujah ഇടയൻ എന്നുള്ള രീതിയിൽ കർത്താവിന് hallelujah നൽകിയിരിക്കുന്നത്. Praise the Lord. hallelujah. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 7:17 കാണുന്നു, സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവനെ മേയിച്ച ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും അവരുടെ കണ്ണുനീർ തുടച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇടയനെ ആടായിട്ട് തന്നെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്, ഇടയനെ കുഞ്ഞാടായിട്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നത് കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും അവരുടെ കണ്ണുനീർ തുടച്ചു കളയുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അവിടെ ഈ കുഞ്ഞാടെന്ന് ഈ ഇടയനെ വെളിപ്പെടുത്തുന്നത്? യേശുവാണ് നമ്മുടെ ഇടയൻ. നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയായി, നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തിയായി യേശുവിനെ അവൻ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ആദ്യം നമ്മളെ മനസ്സിലാക്കുവാനെ കൊണ്ടാണ് കർത്താവ് അവിടെ ഹല്ലേലൂയ കുഞ്ഞാട് എന്ന് ഹല്ലേലൂയ റെപ്രസെന്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ ഇവിടെ കാണുന്നു ഗുഡ് ഷെപ്പേർഡ് ഗിവ്സ് ഹിസ് ലൈഫ് ഫോർ ദ ഷീപ്പ്. ഹല്ലേലൂയ ഒരു നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകി തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. വടിയും കോലും നമ്മുടെ ജീവിതത്തിൽ ഈ ആടുകളുടെ ജീവിതത്തിൽ ആശ്വാസമാകുന്ന പോലെ he wants to guide and protect you. He wants to hallelujah, he wants to guard and protect you, and he wants to guide and lead you in your life. hallelujah. ഇതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ കുറിച്ച്
ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ ഹിതപ്രകാരമുള്ള ഒരു ഡയറക്ഷൻ, അവന്റെ ഹിതപ്രകാരമുള്ള ഒരു നിയന്ത്രണം. അവൻ ഹല്ലേലൂയ നമ്മളെക്കാളും നന്നായി അറിയുന്ന കർത്താവാണ്. നമ്മൾ ഏത് പാതയിൽ സഞ്ചരിക്കണം, നമ്മൾ ഏത് അവൻ ഹല്ലേലൂയ കരിയർ സെലക്ട് ചെയ്യണം, നമ്മൾ ഏത് അവൻ ഹല്ലേലൂയ അവൻ ജോലി ചെയ്യണം, ഏത് സ്ഥലത്തായിരിക്കണം, ഇതൊക്കെ നമ്മളിവിടെ ആയിരിക്കുന്നതിനൊക്കെ കർത്താവ് ഉദ്ദേശമുണ്ട്. അവൻ ഹല്ലേലൂയ നമ്മളെ നന്നായി അറിയുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ പാദത്തിൽ നാം സമർപ്പിച്ചാൽ നമ്മെ പരിപാലിപ്പാൻ കർത്താവ് അവൻ ഹല്ലേലൂയ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ എങ്ങനെയാണ് ഒരു ഇടയൻ അവൻ ആടുകളെ പരിപാലിക്കുന്നതെന്നുള്ളത് നമുക്ക് അടുത്തതായി കാണാം. ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം ആർക്കെങ്കിലും മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലും വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 1 to 7. Then all the tax collectors and the sinners drew near to him to hear him. And the Pharisees and the scribes complained, saying, This man receives sinners and eats with them. So he spoke this parable to them, saying, What man of you, having 100 sheep, if he loses one of them, does not leave the 99 in the wilderness and go after the one which is lost until he finds it? And when he has found it, he lays it on his shoulders, rejoicing. And when he comes home, he calls together his friends and neighbors, saying to them, Rejoice with me, for I have found my sheep which was lost. I say to you that likewise there will be more joy in heaven over one sinner who repents than over 99 just persons who need no repentance. Praise the Lord. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഒരു നല്ല ഇടയൻ, ഒരു അവൻ നല്ല ഇടയനെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം ഇവിടെ കാണുന്നു ഒരു ഇടയന് അവൻ 100 ആടുണ്ടായിരുന്നു, അതിലൊരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം അതിനെ കണ്ടു, അതിനെ തിരക്കിപ്പോയി, കണ്ടുകിട്ടി, പിന്നെ അതിനുശേഷമുള്ള ഒരു സന്തോഷം, അതാണ് നമുക്കിവിടെ ഈ പാസേജിൽ കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കർത്താവായ യേശു ആമേൻ ഹല്ലേലൂയ ഈ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ആമേൻ ഹല്ലേലൂയ ആയിരുന്നു. അവൻ പാപികളെ മാനസാന്തരം, അതായിരുന്നല്ലോ യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആമേൻ ഹല്ലേലൂയ നിയോഗം, പാപികളെ മാനസാന്തരം. അത് യേശു പാപികളെ മാനസാന്തരപ്പെടുത്തുന്നതും യേശു ചുങ്കക്കാരുടെ കൂടെ ഭക്ഷിച്ചതും ഒക്കെ പരീക്ഷന്മാർക്ക് ഇഷ്ടപ്പെടാതെ, പരീക്ഷന്മാർക്ക് അസൂയായി. കാര്യം യേശു സൗഖ്യം നൽകുന്നു. ഈ ചുങ്കക്കാരും പാപികൾ എന്ന് പറഞ്ഞാൽ അന്ന് സമൂഹത്തിൽ കുറെ വെറുക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ യേശു കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അവരെ സൗഖ്യം നൽകുന്നു, അവർക്ക് അവരുടെ പാപങ്ങളെ മോചിക്കുന്നു, രക്ഷയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പരീക്ഷന്മാർക്ക് അസൂയായിട്ട് യേശുവിനെതിരെ തിരിഞ്ഞപ്പോൾ യേശു പറയുന്ന ഒരു ഉപമയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആടുകളുടെയും ഇടയന്റെയും ഉപമ. ഇവിടെ ഒരു ഇടയൻ ചെയ്ത 5 കാര്യങ്ങൾ ആണ് ഞാൻ ചുരുക്കത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അവൻ അറിയുന്ന ഇടയൻ, the shepherd who knows. ഹല്ലേലൂയ. ഇവിടെ 100 ആടുകളുള്ള ഇടയൻ, ഒരു ആട് നഷ്ടപ്പെട്ടത് ഇടയൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു കൂലിക്കാരനാണെങ്കിൽ അത് അറിയത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ ഒരു മടിയനായ ഇടയനാണെങ്കിലും അത് അറിയത്തില്ല. ഒരു നല്ല ഇടയന് മാത്രമേ നഷ്ടപ്പെട്ടു പോയത് ഹല്ലേലൂയ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു നല്ല ഇടയനെ പറ്റി പറഞ്ഞതാണ്, എല്ലാ ആടുകളെയും അവൻ പേർ ചൊല്ലി അറിയുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കർത്താവായ യേശു നമ്മളെ ഓരോരുത്തരെയും അറിയുന്നു, ആ പേർ ചൊല്ലി നമ്മളെ വിളിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കാണുന്നു അവൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അവൻ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ തലയിലെ ഒരു മുടി അവൻ പോയാൽ പോലും അവൻ അറിയുന്നു. അതാണ് കർത്താവായ യേശു നമ്മളെ കുറിച്ചുള്ള കെയർ. ഹല്ലേലൂയ. ആടുകളെ കയറ്റുന്ന ലയത്തില്
ഒരു ചെറിയ വാതിലാണുള്ളത്. ആ വാതിൽ വഴിയാണ് ഈ ആടുകൾ ഓരോന്നോരോന്നായി ഈ ഇടയൻ ആടുകളെ മേയിച്ചതിന് ശേഷം വൈകുന്നേരം ഓരോന്നോരോന്നായാണ് ഈ ലയത്തിലേക്ക് കയറ്റുന്നത്, ചെറിയ വാതിൽ വഴി. അപ്പൊ ഈ ഇടയൻ എണ്ണും 1, 2, 3, 4, 99 നിന്നു. അന്നപ്പം ഈ ഇടയന് മനസ്സിലായി ഒരാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരാട് മിസ്സിംഗ് ആയിട്ടുണ്ട്. ഈ ആട് പിന്നെ ഇടയന് അത് മനസ്സിലായിട്ട് പിന്നെ ഈ ആടുകളെ മുഴുവൻ വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെയും ഈ ഇടയൻ എണ്ണുവാ. പിന്നെ 1, 2, 3, 4, 99 മനസ്സിലായി. രണ്ടാമത് ചെക്ക് ചെയ്തപ്പോഴും മനസ്സിലായി ആട് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു മടിയനായ ഒരു ഇടയനാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം ചെയ്യും, എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയിട്ട് ഈ ജോലി ചെയ്യത്തില്ല. അവർ വിചാരിക്കും, അല്ലെങ്കിൽ ഒരു കൂലിക്കാരനാണെന്ന് വിചാരിക്കും ഒരാട് പോയാൽ കുഴപ്പമില്ല, ബാക്കി 99 ഉണ്ടല്ലോ. എന്നാൽ ഇവിടെ അവൻ നമ്മളെ അറിയുന്ന ഒരു ഇടയന്റെ റെപ്രസെന്റേഷൻ ആണ് ഹല്ലേലൂയ ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഈ ആടിനെ ഒരു കള്ളൻ പിടിച്ചോണ്ട് പോയെന്ന് വിചാരിച്ചു. കള്ളൻ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ഈ ഇടയൻ ഈ ആടിനെ അന്വേഷിച്ച് പോവുകയാണ്. പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് ഏറ്റവും അവസാനം ഇടയൻ കാണുകയാണ് ഒരു അറവുശാലയുടെ മുന്നിൽ ഈ ആടിനെ ആരോ കെട്ടിയിരിക്കുന്നു. ഒരു കവർച്ചക്കാരൻ പിടിച്ചോണ്ട് പോയത്. അന്നേരം ഈ ആടിനെ ഈ ഇടയൻ അഴിച്ചുകൊണ്ട് വരാൻ തുടങ്ങുമ്പോൾ അന്നേരം ഈ കള്ളന്മാർ വന്നിട്ട് പറയുകയാണ്, ഇതിൽ നിങ്ങോട്ടും പറ്റത്തില്ല, ഞങ്ങളുടെ ആണ്. അന്നേരം ഈ ഇടയൻ പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ആടിനെ വിളിക്കാം, നിങ്ങളും വിളിക്കും. ആര് വിളിക്കുമ്പോഴാണ് ഈ ആട് വിളി കേൾക്കുന്നത് നോക്കാം. അപ്പോൾ ഈ യഥാർത്ഥ ഇടയൻ വിളിക്കുമ്പോൾ അന്നേരം തന്നെ ആട് റെസ്പോണ്ട് ചെയ്യുകയാണ്, ആട് പ്രതികരിക്കുകയാണ്. അതാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ, നമ്മൾ ഓരോ ആടുകളെയും ഹല്ലേലൂയ പേർ ചൊല്ലി അവൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-29 കാണുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുന്നു, എന്റെ ആടുകൾ എന്നെ ഹല്ലേലൂയ ഗമിക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു. ഇടയൻ ആടുകളെയും ഹല്ലേലൂയ മനസ്സിലാക്കുന്നു, ഓരോ ആടുകളെയും ഇടയനെ മനസ്സിലാക്കുന്നു. അതുപോലെ നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ അവസ്ഥകൾ, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഹല്ലേലൂയ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരിക്കാം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്റെ വീട്ടിലുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ സഭയിലുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ജോലി സ്ഥലത്ത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ കർത്താവ് വ്യക്തമായി നമ്മളെ ഓരോരുത്തരെയും ഹല്ലേലൂയ ചൊല്ലി വിളിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ, നിരാശയുടെ വേളയിലാണെങ്കിൽ ഹല്ലേലൂയ സന്തോഷ വേളയിലാണെങ്കിലും ഇതെല്ലാം കർത്താവ് അറിയുന്നു. അവൻ നമ്മെ നന്നായി മനസ്സിലാക്കുന്ന കർത്താവാണ്. രണ്ടാമതായി കാണുന്നത് ഹല്ലേലൂയ അന്വേഷിക്കുന്ന ഒരു ഇടയനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. The shepherd who searched. അവൻ അറിയുന്ന ഇടയൻ മാത്രമല്ല, അവൻ ആ ആടിനെ അന്വേഷിച്ച് ബന്ധപ്പെട്ട് ആടിനെ അന്വേഷിച്ച് പോകുന്ന ഒരു ഇടയനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, എനിക്ക് 99 ഉണ്ടല്ലോ, എനിക്ക് 99ന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ഹല്ലേലൂയ ആ ഷെപ്പേർഡ് വിചാരിക്കുകയല്ല. അവൻ കാടുകളും മലകളും ഒക്കെ കയറി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ ആട് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴേ വൈകിയ വേളയായി. ആട് നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴേ ഒരു ടോർച്ച് ഒക്കെ എടുത്തുകൊണ്ട് ഈ ഇടയിൽ പോവുകയാണ്. കുന്നുകളും മലകളും കാടുകളും ഒക്കെ ഹല്ലേലൂയ വിളിക്കുകയാണ്, ആടെ നീ എവിടെ, അതിന്റെ പേർ ചൊല്ലി വിളിക്കുകയാണ്. അങ്ങനെ ഈ ഇടയൻ ആ ദേശം മുഴുവൻ ഈ ആടിനെ അവന് പരുതുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നമ്മള് കർത്താവിന് ഹല്ലേലൂയ. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാല്, ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ആരെയും അന്വേഷിക്കാനൊന്നും സമയമില്ല. ഹല്ലേലൂയ, അപ്പുറത്ത് താമസിക്കുന്ന വീട്ടിൽ ആരെ താമസിക്കുന്നത് പോലും നമുക്കറിയത്തില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മാതാപിതാക്കളൊക്കെ ഈ രാജ്യത്ത് രോഗികളൊക്കെ ആയി പ്രായമുള്ള ഒക്കെ മാതാപിതാക്കള് മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെയാണ് അറിയുന്നത്. അന്വേഷിക്കാൻ ആർക്കും സമയമില്ല, ആരും അന്വേഷിക്കാനൊട്ട് പോകുന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ, അവൻ നമ്മളെ അന്വേഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ, അവൻ നമ്മളെ അന്വേഷിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ തെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു സർവശക്തനായ കർത്താവ് ആണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു നഷ്ടപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു ആത്മാവ് പോട്ട് എന്ന് കരുതുന്ന
ഒരു ദൈവമല്ല, ഒരു കർത്താവല്ല. നമ്മുടെ കർത്താവ് അമേഹാലിയ ദൈവവചനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, അവൻ മാധ്യമങ്ങളിൽ കൂടെ അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും നഷ്ടപ്പെട്ടു പോയവരെ അവൻ അന്വേഷിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10:14-15 വാക്യങ്ങൾ കാണുന്നു. I am the good shepherd and I know my own and my own know me. ഹല്ലേലൂയ. എനിക്കുള്ളതിനെയും എനിക്കുള്ളത് എന്നെയും അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അവൻ ആടുകളെ അന്വേഷിക്കുന്ന ഒരു ഇടയനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ അടുത്തതായി അന്വേഷിക്കുക മാത്രമല്ല, അവൻ ഹല്ലേലൂയ അന്വേഷിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു ഇടയനല്ല നമ്മുടെ ഇടയൻ. ഹല്ലേലൂയ. ഇവിടെ കാണുന്ന നല്ല ഇടയൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയനാണ്. ഹല്ലേലൂയ. The shepherd who finds. ഹല്ലേലൂയ. കാടുകളും വീടുകളും ഒക്കെ ഈ ഇടയൻ അന്വേഷിച്ച് ആടുകളുടെ പേരൊക്കെ വിളിച്ച് പോയി ഏറ്റ അവസാനം വിളിക്കുകയാണ്. ഈ ഇടയൻ വിളിക്കുന്ന ശബ്ദം ഈ മലകളിലൊക്കെ തട്ടി പ്രതിഫലിച്ച് അവൻ ആടിന്റെ ചെവിയിലെത്തുക. ആട് ഒരു കുഴിയിൽ വീണ് മുള്ളുകളാൽ അവൻ ചുറ്റപ്പെട്ട് ആട് കിടന്ന് വേദനയാൽ ഭാരത്താൽ ആട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയന്റെ ശബ്ദം കേട്ട് ആട് പ്രതികരിക്കുകയാണ്, തിരിച്ചറിയുകയാണ്. അവൻ ഹല്ലേലൂയ ആടിന്റെ ശബ്ദം കേട്ടപ്പോൾ ഉടനെ ഇടയൻ ഓടുകയാണ്. ഓടിച്ചെന്ന് ആ കുഴിയിൽ ചെന്ന് അവൻ മുള്ളൊക്കെ മാറ്റി മുറിവുകളൊക്കെ തുടച്ച് അവിടെ നിന്ന് രക്ഷിക്കുന്ന ഒരു ഇടയനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുള്ളവരുണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പല എന്തെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചു കിട്ടിയിട്ടുള്ളവരുണ്ട്. എന്റെ ജീവിതത്തിലുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടിയ അനുഭവമാണ്. ഈ ഇടയ്ക്ക് ഒരു വാർത്ത കേട്ടു, ഒരാൾ ലോട്ടറി ടിക്കറ്റ് പവർ ബോൾ എടുത്തു. ഇപ്പോൾ ലോട്ടറി ടിക്കറ്റ് പുള്ളി ആ കടയിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് മേടിച്ചില്ല, അതിന് റെസിപ്റ്റാണ് മേടിച്ചത്. ടിക്കറ്റ് ഒക്കെ കിട്ടിയില്ല. അപ്പം വീട്ടിൽ വന്നു പുള്ളി നമ്പർ നോക്കിയപ്പോൾ അടിച്ചിട്ടുണ്ട്, $1 million അടിച്ചേക്കുന്നത്. പക്ഷേ ടിക്കറ്റ് ഇല്ലാതെ തിരിച്ച് അപ്പൊ മനസ്സിലായ കടയിൽ തന്നെ ഉണ്ട്. ഞാൻ ആ ടിക്കറ്റ് മേടിച്ചിട്ടില്ല, റെസിപ്റ്റേ മേടിച്ചിട്ടുള്ളൂ. ആ കടയിൽ ചെന്നിട്ട് കട മുഴുവൻ തപ്പുക. എന്നിട്ട് ആ കടക്കാരനും ഒരു ഐഡിയ ഇല്ല എവിടാ വെച്ചത്. കടക്കാരൻ ആ ടിക്കറ്റ് കൊടുത്തില്ല, കടക്കാരന് ഒരു ഐഡിയ ഇല്ല അത് എവിടാ. ഏറ്റവും അവസാനം കടക്കാരൻ ഒരു ചെറിയ ഓർമ്മ വന്നു, ഇത് ത്രാഷിനകത്ത് പോയിട്ടുണ്ട്, അത് ഇന്ന് ആ ത്രാഷ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, ആ വണ്ടി പോയിട്ടുണ്ട്, അപ്പം ട്രക്കിൽ പോയിട്ടുണ്ട്. അത് നീ ഇപ്പൊ പോവാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, പോവാൻ പറഞ്ഞു. ഇദ്ദേഹം ഈ വണ്ടി പോയതിന്റെ പുറകെ പോയി എവിടെ അത് ഡംപ് ചെയ്തോ ആ വേസ്റ്റിലുണ്ട് അവിടെ തപ്പുക. പുള്ളിയുടെ കുടുംബത്തിലുള്ളവരും എല്ലാ ആപാല വൃത്തം ആ ജനവും വന്ന് ഈ ടിക്കറ്റ് തപ്പുവാണ്, ഈ ചപ്പു ചവറുകൾ മുഴുവൻ തപ്പുവാണ്. കാര്യം $1 million, വലിയ പ്രഷ്യസ് സംഭവമാണ് പോയേക്കുന്നത്. അന്നേരം ഏറ്റവും അവസാനം ഈ ചപ്പു ചവറുകൾ മുഴുവൻ തപ്പി ഏറ്റവും അവസാനം ഒരു മൂലയ്ക്ക് ഈ ടിക്കറ്റ് കിടക്കുക, ചെളിയെല്ലാം പിടിച്ച് വളരെ മോശമായ രീതിയിൽ കിടക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര മോശം അവസ്ഥയിലാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അത് വലിയ ന്യൂസായി എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ. ഇവിടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രഷ്യസ് സാധനങ്ങളൊക്കെ പോയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലും എനിക്ക് ഫീസ് അടയ്ക്കാൻ തന്ന ഒരു വലിയൊരു എമൗണ്ട് പപ്പ ഫീസ് അടയ്ക്കാൻ തന്നതാണ്. ഞാനൊരു ഡ്രോയറിനകത്ത് കണ്ടില്ല, ഞാൻ അവിടെ മുഴുവൻ അരിച്ചു പറക്കി. പക്ഷെ ഫീസൊക്കെ വേറെ ഓരോരുത്തരും നമുക്ക് മേടിച്ച് ഞാൻ അടച്ചു. പക്ഷേ കോളേജ് എന്റെ എല്ലാം കഴിഞ്ഞ് എക്സാം എല്ലാം കഴിഞ്ഞ് അവിടുന്ന് എന്റെ ആ വീട് ഞാൻ വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മുഴുവൻ ക്ലീനിങ് ഒക്കെ ചെയ്ത സമയത്ത് ആ ഡ്രോയറിന്റെ അപ്പുറത്ത് കിടക്കുന്നു ആ പൈസ കിടക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നഷ്ടപ്പെട്ട് പോയ നമുക്ക് കിട്ടുന്നത് വലിയ സന്തോഷമാണ്. ഞാൻ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വലിയ പാർട്ടി കൊടുക്കും. അതാണ്. അപ്പൊ ഇവിടെ ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുന്നത് സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. നമുക്കറിയാം, നാട്ടില് അബിഗേൽ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയെ കാണാതെ പോയപ്പോൾ ആ നാട്ടുകാർ മുഴുവൻ തപ്പി. ഒരു മാതാവിനും പിതാവിനും അവരുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നതിന് അത്രയും വലിയൊരു സങ്കടം അവരുടെ ജീവിതത്തിൽ വേറെ ഇല്ല. ആ നാട്ടുകാരും വീട്ടുകാരും പോലീസും എല്ലാം തപ്പി തിരിച്ചു വന്നപ്പോൾ എന്തൊരു സന്തോഷമാണ്. പട്ടക്കാരും പള്ളിയും ആ നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തി
അവൻ ഹല്ലേലൂയ അവരെല്ലാം സന്തോഷിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാനിടയായി. ഹല്ലേലൂയ ഇവിടെ അവൻ കണ്ടെത്തുന്ന ഒരു ഇടയനാണ്. ഹല്ലേലൂയ ഒരു പക്ഷേ നിന്നെ അന്വേഷിക്കാൻ ആർക്കും സമയമില്ലായിരിക്കാം, അവൻ ഒരു പക്ഷേ നിന്നെ തിരക്കുവാൻ ആർക്കും സമയമില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം അവന് ഹല്ലേലൂയ നീ വിശ്വസിക്കുന്ന ദൈവം നിന്നെ അവൻ അന്വേഷിച്ച് വന്ന് അവൻ വഴിക്ക് പകുതി വഴി വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു കർത്താവല്ല, നിന്നെ കണ്ടെത്തുന്നത് വരെ അവൻ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ ഈ അധ്യായത്തിന്റെ തന്നെ അവൻ ഹല്ലേലൂയ ലൂക്കോസിന്റെ 15:9 തന്നെ കാണുന്നു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. 10 ദ്രഹ്മയിൽ ഓർണം കളഞ്ഞുപോയി. അവൻ അവിടെ മുഴുവൻ അവൾ തപ്പി ഏറ്റവും അവസാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് അവൻ ഹല്ലേലൂയ അവൾ തന്നെ സന്തോഷിച്ചതല്ല, അവരുടെ അവൻ ഹല്ലേലൂയ അയൽപക്കത്തുള്ളവരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് അവൾ സന്തോഷിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ഹല്ലേലൂയ ദൈവ സന്നിധിയിലും അവൻ നമ്മളെയൊക്കെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന നഷ്ടപ്പെട്ടു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ അവൻ ഇനിയുള്ള കാലമെങ്കിലും ഇത്ര നാളൊന്നും ഒത്തിരി പറ്റിയില്ലെങ്കിലും അവൻ ഇനിയുള്ള കാലമെങ്കിലും ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ദൈവനാമത്വത്തിനായി തീരുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ അവൻ ഇവിടെ കണ്ടെത്തിയ ആടിനെ കണ്ടെത്തുക മാത്രമല്ല ആടിനെ എടുത്ത് ചുമക്കുന്ന ഒരു അവൻ ഹല്ലേലൂയ ഒരു ഇടയനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. The shepherd who carries the sheep. ഹല്ലേലൂയ അവൻ ആ ആടിനെ സ്നേഹത്തോടെ എടുത്ത് അവൻ ഹല്ലേലൂയ അവൻ അവരുടെ തോളിലിട്ട് അവൻ ഹല്ലേലൂയ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നമ്മളെ ദൈവവചനത്തിന്റെ വാക്യം കൊണ്ട് നരയ്ക്കോളം ചുമക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ പിന്നെ ഒരു ഭാഗത്ത് കാണും, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട് എന്ന വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ അതുകൊണ്ട് അവൻ ഹല്ലേലൂയ നമ്മളെ വഴിക്ക് വെച്ച് വിട്ടിട്ട് പോകുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. അവൻ ഹല്ലേലൂയ നമ്മളെ ചുമക്കുന്ന തോളിലെടുത്ത് നമ്മളെ ചുമക്കുന്ന ഒരു കർത്താവാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ യേശുവിന്റെ വലിയൊരു പ്രത്യേകതയാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ നമ്മള് മാനുഷികമായി നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ മനുഷ്യർക്കുള്ള വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ if somebody is hurting we all have a sympathy, maximum we have empathy. പക്ഷെ കർത്താവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർത്താവ് കമ്പാഷൻ ഉള്ള ഒരു കർത്താവാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ if somebody is hurting I feel sorry for that. എന്നാൽ എംപതി എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ഒരു പടിയുടെ കവിഞ്ഞതാണ്. if somebody is hurting I will join with their hurting, I will also hurt with them. പക്ഷെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ if somebody is hurting I will do whatever I can do hallelujah to stop that hurting. ഹല്ലേലൂയ ആ ഒരു വിഷമം മാറ്റാൻ ഹല്ലേലൂയ എന്തെനിക്ക് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് കമ്പാഷൻ. ഹല്ലേലൂയ ജീസസ് ഓൾവേസ് മൂവ്സ് വിത്ത് കമ്പാഷൻ. പുരുഷാരത്തെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു എന്ന് കാണുന്നു. ഹല്ലേലൂയ രോഗികളെ കണ്ടപ്പോൾ അവൻ മനസ്സലിഞ്ഞു ഹല്ലേലൂയ അവൻ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം, എമ്പതി എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ഒരു കനിവെന്നൊക്കെ ഉള്ളത്. പക്ഷെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ആർദ്രത, മനസ്സലിയുന്ന ഒരു കർത്താവ്. അവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് അവൻ ഹല്ലേലൂയ ഇവിടെ ഈ കമ്പാഷനാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ആടിനെ ചുമലിൽ കയറ്റി അവൻ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ്, അവൻ സർവശക്തനായ ഒരു ഇടയനെയാണ്, ആ വലിയ ഇടയനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ ശുശ്രൂഷയിൽ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദയയുള്ളവനായിരുന്നു, കരുണയുള്ളവനായ കർത്താവാണ്. അവൻ ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 20-28 വാക്യത്തിൽ കാണുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല ശുശ്രൂഷിക്കുവാനും തന്റെ ജീവനെ അവൻ അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്രേ വന്നത്. ഹല്ലേലൂയ ഇവിടെ തോളിൽ എടുത്ത് നമ്മളെ വഹിക്കുന്ന ഒരു കർത്താവിനെയാണ് കാണുന്നത്. അടുത്തതായി തോളിൽ എടുത്തിട്ട് കുറെ ദൂരം കൊണ്ടുപോയിട്ട് വിട്ടുകളയുന്ന ഒരു കർത്താവിനെയല്ല കാണുന്നത്, വീട്ടിലെത്തുന്നിടം വരെ ചുമക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ ഇവിടെ കാണുന്നു, ആടിനെ എടുത്ത് ചുമന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം അവൻ സ്നേഹിതന്മാരെയും അവൻ അവനവന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം ആ വാക്യം ഒന്ന് വായിക്കാം. അവസാനത്തെ 15 സ്നേഹിതന്മാരോടുകൂടി കാണാതെ പോയ എന്റെ ആടിനെ കിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പിനെന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ
കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടി സന്തോഷിപ്പിനെന്ന് അവരോട് പറയും. അവൻ അവിടെ കാണുവാൻ കഴിയുന്നത് സ്നേഹിതരെയും അയൽവക്കത്തുള്ളവരെയും ഒക്കെ വിളിച്ച് വലിയൊരു സന്തോഷത്തിന്റെ രംഗമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മളെ വീട്ടിലെത്തിക്കുന്ന വരെ ചുമക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ അവന് പകുതി വഴിക്ക് വെച്ചിട്ട് നമ്മളെ വിട്ട് കളയുന്ന കർത്താവല്ല. ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ നിത്യ ഭവനത്തിൽ എത്തിക്കുന്നത് വരെ ചുമക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ യേശു ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, ഞാൻ പോയി ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെയും എന്റെ കൂടെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ ഈ ലോകത്തിൽ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് തിങ്ങിന് വേണ്ടി മാത്രമല്ല കർത്താവ് നമ്മളെ പരിപാലിക്കുന്നത്. നിത്യജീവന്റെ അവകാശികളാക്കുവാനാണ് കർത്താവ്. അതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഈ ലോകത്തിൽ കർത്താവിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കർത്താവ് എപ്പം ഹല്ലേലൂയ അതൊന്നും അറിയുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് വരുന്ന നാഴിക അറിഞ്ഞിരിക്കണം. കള്ളനെ പോലെ വരുന്നു. ഹല്ലേലൂയ ആ നാടും നാഴികയും അറിയാത്തതിനാൽ നാം ഒരുങ്ങി നിൽക്കണം. ഹല്ലേലൂയ അതാണ് ഏറ്റവും വലിയ പരമപ്രധാനമായ ലക്ഷ്യം. ഹല്ലേലൂയ എബ്രായ ലേഖനം 7:25 ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 7:25. ഹീബ്രൂസ് ചാപ്റ്റർ 7:25. ഇവിടെ കാണുന്നു ഹല്ലേലൂയ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാക്കുന്നു. ഹല്ലേലൂയ നമ്മളെ ചുമലിലേറ്റിക്കൊണ്ട് വരിക മാത്രമല്ല അവരെ ഹല്ലേലൂയ സ്വർഗ്ഗ കൂടാരത്തിൽ എത്തിക്കുന്നവരെ അവർക്ക് വേണ്ടി ഹല്ലേലൂയ അതിന് പ്രാപ്തനായ ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വിശുദ്ധന്മാരെയും സെയിൻസിനെയും മാത്രം കൊണ്ടുപോകാൻ കൊണ്ടാണ് കർത്താവിന്റെ പ്രോജക്റ്റ് അല്ല. പാപികളായിരുന്നവരെ തേടിയോടാണ് കർത്താവ് വന്നത്. ഹല്ലേലൂയ ക്രിസ്തുവോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് കാണുവാൻ കഴിയും. ഈ നാളുകളിൽ ഹല്ലേലൂയ ആ കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി ആ കർത്താവിന്റെ ഹല്ലേലൂയ കൃപയും കരുണയും നിറഞ്ഞ കർത്താവ് ആടുകളെ പരിപാലിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ വടിയും കോലും കൊണ്ട് ആടുകളെ പരിപാലിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തന്ന് നമ്മളെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ കുഴിയിൽ വീണ ആട് മുള്ളുകളാൽ വീണ ആടിനെ അവരെടുത്ത് ഹല്ലേലൂയ ആ മുറിവുകളൊക്കെ കെട്ടി ഹല്ലേലൂയ ആ മുള്ളുകളൊക്കെ മാറ്റി ആ ഇടയന്റെ ദേഹത്ത് ഒരുപക്ഷെ മുറിവൊക്കെ ഉണ്ടായി. ഇവിടാണ് നമുക്ക് കാണുവാൻ കഴിയും യേശുവും നമുക്ക് വേണ്ടി മരിച്ചു, യേശുവും നമുക്ക് വേണ്ടി അടികൊണ്ടു, യേശുവും നമുക്ക് വേണ്ടി അവന്റെ കാലുകളിൽ കരങ്ങളിലും ആണികൾ ഏറ്റു എന്ന് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ എന്നാൽ ഇതെല്ലാം ഏറ്റത് നമ്മളെ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൽ അവകാശികളാക്കുവാൻ കൊണ്ടാണ്. ഹല്ലേലൂയ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് വൈകിയ സമയത്ത് ഹല്ലേലൂയ ആ നല്ലിടനായ കർത്താവിന്റെ പാദത്തിലേക്ക് വന്ന് നമ്മുടെ ഹല്ലേലൂയ പ്രശ്നങ്ങളെയും പരിഹാരങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ രോഗങ്ങളാകട്ടെ നമ്മുടെ പ്രശ്നങ്ങളാകട്ടെ നമ്മുടെ ആകുലതകളാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നാട്ട്. ഹല്ലേലൂയ അവൻ സൗഖ്യദായകനായ കർത്താവാണ്. അവൻ നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമാണ്. അവൻ നമുക്ക് വിടുതൽ അയച്ചു തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ 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 ആടിന്റെ സ്നേഹം ഇടയന്റെ സ്നേഹം ഇന്ന് മനസ്സിലാക്കി അവന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെയും അധരങ്ങളെയും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ട് ഹല്ലേലൂയ നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഒരാട് അല്ല ഇടയൻ. ഹല്ലേലൂയ നമ്മളെ നന്നായി ഹല്ലേലൂയ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആ ഒരു ഇടയൻ കാടുകളിലും മേടുകളിലും ഒക്കെ ആയിരുന്ന ആടിനെ അന്വേഷിച്ച് ഹല്ലേലൂയ ദീർഘദൂരം യാത്ര ചെയ്ത് പോയൊരു ഇടയനെയാണല്ലോ നാം കണ്ടത്. നമ്മളെ അന്വേഷിച്ച് യാത്ര ചെയ്ത് ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നമ്മളെ ഹല്ലേലൂയ വിടുവിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ കുഴിയിലായിരുന്ന ആടിനെ ഹല്ലേലൂയ വിടുവിച്ച കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ ഇന്ന് ഈ വൈകിയ സമയത്ത് പാട്ടിന്റെ അല്പം ഈരടികൾ പാടിക്കൊണ്ട് ഹല്ലേലൂയ എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഇരുന്ന് കൊടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായ
നല്ല ഇടയനെ കുറിച്ച് വിശദമായി ശ്രദ്ധിക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ നമ്മേക്കാൾ അറിയുന്ന ഒരു ഇടയനാണ് നമുക്ക്. ഒരുപക്ഷെ നമുക്ക് ചുറ്റും നിൽക്കുന്നവരെ കുറിച്ച് നമ്മുടെ കുറവശങ്ങൾ മാത്രം ചിന്തിക്കാതിരിക്കാം. അതായിരിക്കാം അവർ മുൻകാണുന്നത്. എന്നാൽ ക്രിസ്തുവാകുന്ന ഇടയവൻ നമ്മുടെ രഹസ്യങ്ങളെ, നമ്മുടെ ഹൃദയവിചാരങ്ങളെ കൂടെ ദൂരെ ഗ്രഹിക്കുകയും നമ്മെ നന്നായി അറിയുകയും നമുക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നു. ആ ദൈവത്തെ കുറിച്ച് കേൾപ്പാനിടയാക്കിയല്ലോ. ദൈവം ആ കുടുംബത്തെയും ആ കുഞ്ഞുങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ നമുക്ക് കൂടി ദൈവത്തെ ആരാധിക്കുവാനിടയാക്കിയല്ലോ. ഇന്ന് ഈ യോഗം അവസാനം പ്രാർത്ഥിക്കുന്നത് ബേബിച്ചനാണ്. ബേബിച്ചനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗീയ പിതാവേ, നന്ദിയോടടിയങ്ങളെ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളാ നിങ്ങൾക്ക് ഒരുമിച്ച പാതയുടെ അടുത്ത് വന്ന് കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ഈ രാത്രികാലം അവിടുന്ന് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ ആഴ്ചയുടെ എല്ലാ ദിനങ്ങളിലും അവിടുത്തെ പരിപാലനം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെല്ലാവരെയും അവിടുന്ന് പരിപാലിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും അങ്ങയുടെ വചനം ശ്രവിപ്പാനും ഒക്കെ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിപ്പാനായി അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. നല്ല ഇടയനായ കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ്, ഞങ്ങളെ ഓരോ നാളും വഴി നടത്തുന്ന ദൈവം, അത് മാത്രമല്ല അന്ത്യത്തോളം ഞങ്ങളെ കർത്താവ് ചുമക്കുന്ന ദൈവമാകിയാല് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ വാഴ്ത്തുന്നു. അന്ത്യത്തിലെത്തുവോളം ആ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ നല്ല ഇടനെ പിൻപറ്റുവാൻ, ഈ നല്ല ഇടനെ അറിയുവാൻ, ഈ നല്ല ഇടന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവെ, വഴിതെറ്റിപ്പോകുവാൻ ഇടയാകാതെ ഞങ്ങൾ ഓരോ നിമിഷവും ആ പാതയിലെ ആയിരുന്നു മുന്നേറുവാൻ നിങ്ങളെല്ലാം സഹായിക്കണമേ. അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണം, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലൂടെ കടന്നു വന്ന ദൈവജനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാര്, കുഞ്ഞുങ്ങള് എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ആ കുടുംബത്തെ, രാജമ്പ്രന്റെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ ഒക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് പൊതിയുമാറാകണമേ. കർത്താവിന്റെ കരങ്ങളിൽ അടിയങ്ങളെ വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്ത കർത്താവിന്റെ ദാസനും കുടുംബവും ക്ഷേമത്തോടെ കടന്നു ചെല്ലുവാനിടയായല്ലോ. സഭയായി പ്രാർത്ഥിച്ച വിഷയത്തിന്മേലൊക്കെ സ്വർഗത്തിലെ ദൈവം മറുപടി തന്ന് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയുടെ എല്ലാ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാളത്തെ സൺഡേ സ്കൂൾ വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണം. ഈ ദിവസങ്ങളിലെ കൂട്ടായ്മകളെ ഒക്കെ അനുഗ്രഹിക്കണം. അത് ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ. ദൈവവചനം അറിയിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവിന്റെ ദാസനിന്റെ അഭാവത്തില് ഈ സഭയിൽ ഒരു ഭാരമോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതെ യേശുവിന്റെ രക്തത്താൽ എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകളെ മാനിക്കണമേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യം എക്കാലത്തും ഞങ്ങളോട് കൂടെയുള്ള വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിലടി ഞങ്ങളെ ഈ കാലം ലീഡ് ചെയ്യുവാൻ അങ്ങയുടെ ഭക്തനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ചോദിച്ചാനെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പിതാവിനെ എത്രത്തോളം സഹായിച്ചല്ലോ. പിന്നെ ഈ ജയത്തോടെ നടത്തണം, ആരോഗ്യത്തോടെ ആയുസ്സോടെ കാക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ സഭയുടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കപ്പെടുവാൻ റോയിയെ ബലപ്പെടുത്തുമാറാകണമേ. അഭിഷേകത്തോടെ നിർത്തണം. ദൈവിക ജ്ഞാനം കൊണ്ട് നിന്റെ ദാസനെ നിർത്തി അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയെ എല്ലാ സഭാംഗങ്ങൾക്കായി സ്തോത്രം. ഇനി അവിടുത്തെ കൃപ പൊതിഞ്ഞ് കാക്കണം, അനുഗ്രഹിക്കണം. യേശു അപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ന്